മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പേരുകൾ നിരന്തരമായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രണ്ട്, ഈ പറഞ്ഞ പോലെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചില അടിസ്ഥാന സംഗതികൾ തന്നെ മാറ്റിയിട്ട് സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക ബാധ്യത വെച്ചു എന്നത്. മൂന്നാമത്തേത് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിക്കളഞ്ഞു എന്നത്. ഈ മൂന്നാമത്തെ കാര്യത്തിൽ നമ്മൾ നോക്കിയാലേ ഇതിനകത്ത് ഞാൻ 2024 ഈ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴും ഉണ്ടത്. അത് ഐൻസ്റ്റീൻ ആൻഡ് ദി ബോംബ് എന്നൊരു സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഐൻസ്റ്റീൻ ആൻഡ് ദ ബോംബ്. ഐൻസ്റ്റീന് ആറ്റം ബോംബ് ഉപയോഗിച്ച് ഐൻസ്റ്റീന് ആ കാലത്തോടുണ്ടായിരുന്ന ഹിരോഷിമയിലോ മറ്റോ ആറ്റം ബോംബ് ഉപയോഗിച്ച്, ഞാൻ ശരിക്കും അത് ഓർക്കുന്നില്ല, ആറ്റം ബോംബ് ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില സംഗതികളെക്കുറിച്ചുള്ള ഒരു സിനിമയാണ് ഐൻസ്റ്റീൻ ആൻഡ് ദ ബോംബ്. ഐൻസ്റ്റീനായിട്ട് അഭിനയിച്ചതൊക്കെ അദ്ദേഹത്തെ പോലെ തന്നെ തോന്നുന്ന ഒരാളാണ്. ആ സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് സീന് എന്നുള്ളത് ഒരു മേശപ്പുറത്ത്, ടൈറ്റിൽ കഴിഞ്ഞാൽ ഉടനെ ഒരു മേശപ്പുറത്ത് ഗാന്ധിയുടെ ചിത്രം ഇരിക്കുന്നതാണ്. ഐൻസ്റ്റീൻ്റെ മേശപ്പുറമാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഇരിക്കുന്ന ചിത്രം, ഫോട്ടോ മഹാത്മാഗാന്ധിയുടേതാണ്. ആ സിനിമ, ഇപ്പോഴും ഐൻസ്റ്റീനെ ഓർക്കുന്ന സിനിമ ആദ്യമായിട്ട് തുടങ്ങുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന്മേലാണ്. എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി എല്ലാ കാലത്തേക്കും പ്രസക്തനായിട്ടില്ല. മനുഷ്യരാശി എപ്പോഴൊക്കെ ഉണ്ടോ ലോകത്തിലെല്ലായിടത്തും പ്രസക്തനായിട്ടുള്ള ഒരു ഒറ്റ വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ, നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. അങ്ങനെ ഒരു മഹാത്മാഗാന്ധിയുടെ പേര് എന്തിനാണ് മാറ്റുന്നത് ഒരു പദ്ധതിയിൽ നിന്ന്? നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തെമ്പാടും ആ കാലത്തെമ്പാടും വേണ്ടുന്ന ഒരു മഹാമനുഷ്യനാണ് മഹാത്മാഗാന്ധി. ഒരു പദ്ധതിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ട്. അതെന്തിനാണ് മാറ്റുന്നത് എന്ന കാര്യം വിശദീകരിക്കാൻ ഈ ആളുകൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്ത് ചെന്നാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എന്നതുപോലെ തന്നെ പ്രസക്തമായിട്ട് ഒരു ചെറിയ കുട്ടിക്കടക്കം മനസ്സിലാക്കാവുന്ന ഒരു പേര്, അല്ലെങ്കിൽ മനസ്സിലാകേണ്ടുന്നൊരു പേരാണ് മഹാത്മാഗാന്ധി. കശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഉള്ളിടത്ത് എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു പേരാണ്. ആ പേര് എന്തിനാണ് ഒരു പദ്ധതിയുടെ പേരിൽ നിന്ന് മാറ്റുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന് വിശദീകരിക്കാനാവുന്നേയില്ല. എന്നിട്ട് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ആ പേര് വായിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചു. ആ പേര് എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എഴുതി വെച്ചാൽ പോലും നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല.